ഓരോ ദിവസം കഴിയുന്തോറും കർത്താവിനോട് കൂടുതൽ പറ്റിച്ചേർന്നിരിപ്പാൻ കഴിയുന്നത് എത്ര വലിയൊരു പദവിയാണ്. അതായത് അവൻ വളരണം, ഞാൻ കുറയണം. സ്നാപയോഹന്നാൻ പറഞ്ഞു. ഓരോ ദിവസം കഴിയുന്തോറും നമ്മിലുള്ള ഈ ഞാൻ, മാനുഷിക അനുഭവങ്ങൾ, മാനുഷിക ചിന്തകൾ, മാനുഷിക പ്രവർത്തികൾ, സാധാരണ മനുഷ്യൻ്റെ ജീവിത രീതികൾ എല്ലാം കുറയുകയാണ്. എന്നിട്ട് നമ്മിൽ യേശു വളരുന്നാൽ എത്ര ഭയങ്കരമായിരിക്കും. അവൻ വളരുന്നു, നമ്മൾ കുറയുന്നു. നമ്മൾ കുറയുമ്പോഴല്ല യേശു വളരുന്നത്, യേശു വളരുമ്പോഴാണ് നാം കുറയുന്നത്. അതിൻ്റെ അർത്ഥം ബൈബിൾ വായിക്കുകയും ആത്മാവിൽ ഏത് നേരത്ത് പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവ വഴിയിൽ നടക്കുകയും ചെയ്യുന്ന വ്യക്തി വളർന്നുകൊണ്ടേയിരിക്കും. ഒരിക്കൽ ഒരു പഠനത്തിൽ ഞങ്ങളിങ്ങനെ പഠിച്ചു, ഗോ, ഗ്രോ, ഗ്ലോ. പോവുക, വളരുക, പ്രകാശിക്കുക. ദൈവത്തിന് വേണ്ടി പോകുന്ന ഒരു വ്യക്തി ആ യാത്രയിൽ വളർന്നുകൊണ്ടിരിക്കും. വളർന്നിട്ട് പോകാൻ പറ്റില്ല, മുന്നോട്ട് പോയിട്ട് പ്രകാശിക്കണം. പഠിച്ചത് എങ്ങനെയാണ്? ഗ്രോ, ഗോ, ഗ്ലോ എന്നാണ്. വളർന്നിട്ട് അത് നടക്കുന്ന കാര്യമല്ല. ആരംഭത്തിൽ അങ്ങനെയായിരുന്നു ഞാൻ ചിന്തിച്ചതും പഠിപ്പിച്ചതും ചെയ്തു നോക്കിയത്. നടക്കൂല. വിശ്വാസത്താൽ ഒന്നും കാണാതെ പോവുക. പോകുമ്പോൾ ജീവിതത്തിൽ തെറ്റും ശരിയും എല്ലാം മനസ്സിലാക്കി അബദ്ധങ്ങൾ പറ്റിയും അവിടെ നിന്നൊക്കെ എഴുന്നേറ്റും നമുക്ക് വളരാൻ കഴിയും. ഒരു കുഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ വീഴും. നടന്നും വീണും നടന്നും വീണും അങ്ങനെയാണ് വളരുന്നത്. വളർച്ചയെന്നുള്ളത് ഒരു സ്ഥലത്ത് ഇരുന്ന് വളർന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, പോകുമ്പോഴാണ് വളരുന്നത്. അപ്പോൾ എനിക്ക് ആ സത്യം ഒന്ന് തിരുത്താൻ കഴിഞ്ഞു. അതായത് ഗോ, ഗ്രോ, ഗ്ലോ. മുന്നോട്ട് പോവുക, വളരുക, എഴുന്നേറ്റ് ആ വളർച്ചയിൽ പ്രകാശിക്കുക. ദൈവം അതിനുള്ള കൃപ നമുക്ക് തരും. മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. ഒന്നും കണ്ടില്ല വിശ്വാസത്താൽ അങ്ങട് സുവിശേഷം പറയാൻ, സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ മുന്നോട്ട് സ്റ്റെപ്പ് വെക്ക്. അപ്പോൾ വളരാൻ തുടങ്ങും. ഒരിക്കൽ അബ്ദുൽ കലാം എന്ന ഇന്ത്യയുടെ പഴയ പ്രസിഡന്റ്, അദ്ദേഹം ഒരു ജ്ഞാനിയായ മനുഷ്യൻ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് വിജയിച്ചവരുടെ അടുക്കൽ നിന്നല്ല കൂടുതൽ പാഠങ്ങൾ പഠിക്കുന്നത്, തോറ്റവരുടെ അടുക്കലാണ്. തോറ്റവർക്കാണ് കൂടുതൽ പരാജയവും ജയവും മനസ്സിലാകുന്നത്. എപ്പോഴും തോറ്റ് കിടക്കുന്നവരുടെ കാര്യമല്ല, തോറ്റ് 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 ജയിക്കുന്നവരുണ്ട് ജീവിതത്തിൽ. അവരെന്തുകൊണ്ടാണ്? അവർ തോൽക്കാൻ കാരണം അവർക്ക് കഴിയാത്ത കാര്യത്തിലെല്ലാം അവർ ഇടപെട്ടു. എന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും ജയിച്ചു പുറത്തു വന്നു. എന്നും തോറ്റ് കിടക്കുന്നവരിൽ നിന്നൊന്നും പഠിക്കാനില്ല. തോറ്റതിൽ നിന്ന് ജയിക്കുന്നവരുണ്ട്. അവരിൽ നിന്ന് ഒത്തിരി ജയത്തിൻ്റെ സത്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വിജയിക്കണമെങ്കിൽ ജയിച്ചവരെ നോക്കരുത്, തോറ്റവരെ നോക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്ക് വളരെ ശക്തമായൊരു കാര്യമാണ്. അതുകൊണ്ട് മുന്നോട്ട് പോകാം, കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കാം. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. You are Yahweh, 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 Alpha and Omega.
കഴിഞ്ഞ ദിവസം യോഹന്നാന്റെ സുവിശേഷം തുടങ്ങാൻ പോയി. എന്നാൽ അതിൻ്റെ ഒടുവിലത്തെ 8-ന്റെ ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ നമുക്ക് നിൽക്കേണ്ടി വന്നു. ഇന്ന് നമുക്ക് 9-ാം അധ്യായം ആരംഭിക്കാമല്ലോ. 9-ാം അധ്യായം എങ്ങനെയാണ്? യേശു കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി അവങ്കൽ വെളിപ്പെടേണ്ടതിനത്രേ എന്ന് യേശു പറഞ്ഞു. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് നിലത്ത് തുപ്പി ചേറുണ്ടാക്കി ചേറ് അവൻ്റെ കുരുടൻ്റെ കണ്ണിൽ പൂശി, നീ ചെന്ന് ശീലോഹം കുളത്തിൽ കഴുക എന്ന് പറഞ്ഞു. ശീലോഹം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. കണ്ണ് കാണുന്നവനായി തീർന്നതോടുകൂടി ഇവന്റെ പ്രശ്നം അങ്ങോട്ട് ആരംഭിക്കുകയാണ്. ചേടാ, ഇവൻ കണ്ണ് കാണാതിരുന്ന അത്രയും കാലം അവന് ഒരു കുഴപ്പമുണ്ടായില്ല. മര്യാദക്കൊരു സ്ഥലത്തിരിക്കുക. ചിലർ പറയും, ഞങ്ങൾക്ക് ഒരു വിഷയമില്ല, ഞങ്ങൾ എത്ര വർഷമായി. നിങ്ങൾക്കാണല്ലോ പ്രശ്നം. അതെ, ഞങ്ങളെ കണ്ണ് തുറന്നു. കണ്ണ് തുറന്നാൽ അന്ന് മുതൽ പിശാച് എങ്ങനെയും മറിക്കാൻ, വീണ്ടും കണ്ണ് കുരുടാക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കും. അതൊരു പിശാചിന്റെ ചതിയാണ്. കണ്ണ് തുറന്നു. കണ്ണ് തുറക്കാത്ത എത്രയോ പേരുണ്ട്. എന്നാൽ യേശു ആരുടെയെങ്കിലും കണ്ണ് തുറന്നാൽ അത് എന്നും പിശാചിന് ഒരു അപകടമാണ്. ഇതാണ് നമ്മൾ അവിടെ കാണുന്നത്. വലിയ വിവാദം അവിടെ നടക്കുകയാണ്. ഇവനല്ല. അപ്പോൾ വേറൊരു കൂട്ടർ പറഞ്ഞു, ഇവൻ തന്നെയാണ്. ഇവൻ നമ്മുടെ ഇടയിലായിരുന്നു, വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആർഗ്യുമെന്റ്സും ഉന്തും തള്ളുമൊക്കെയായി. ഒരാവശ്യമില്ലാത്ത കാര്യം. ഒരുത്തൻ്റെ കണ്ണ് കർത്താവ് തുറന്നു. അതായത് ഭൂമി ഉണ്ടായിട്ട് ഇന്ന് വരെ നടക്കാത്ത ഒരു കാര്യം നടന്നു. ഭൂമിയിൽ ആർക്കും ഇല്ലാത്തൊരു കാര്യം ഇവന്റെ ജീവിതത്തിൽ എങ്ങനെ നടന്നു? ഇവന്റെ മുമ്പിലൂടെ യേശു പോയി. യേശു നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ വഴിയിലൂടെ യേശു വന്നാൽ ഭൂമിയിൽ ഒരിക്കലും ആർക്കുമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കും. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. യേശു അതുവഴി കടന്നു വന്നു. യേശു അവനെ കണ്ടു. അവിടെ അതാണ് വായിക്കുന്നത്. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. യേശു കണ്ടു കഴിഞ്ഞാൽ ആ കണ്ടവൻ കാഴ്ചയില്ലാത്തവനാണെങ്കിലും അവൻ്റെ കണ്ണ് കർത്താവ് തുറന്നിരിക്കും. യേശു ആ വഴി വന്നു. ഒരിക്കൽ യേശു എരിഹോവിലൂടെ പോയപ്പോഴും ബർത്തിമായിയുടെ കണ്ണ് തുറന്നു. അവൻ ശിഷ്യനായി യേശുവിനെ അനുഗമിച്ചു എന്നതും നമ്മൾ വായിക്കുന്നു. യേശു ഏതെങ്കിലും ഒരു വഴി വരുന്നുണ്ടെങ്കിൽ, വഴിയും സത്യവും ജീവനായവൻ ഏതെങ്കിലും ഒരു വഴിയിലൂടെ പോയാൽ അന്ന് അവിടെ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചേക്കണം. അതുകൊണ്ട് യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങ് എപ്പോഴും യാത്ര ചെയ്യണമേ എന്ന് ഓരോ ദൈവ പൈതൽ ആഗ്രഹിക്കണം. രക്ഷിക്കപ്പെടാത്തവർ അല്ലാത്തവർ, രക്ഷിക്കപ്പെട്ടവർ പറയേണ്ടത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ വസിക്കുന്നത് കൊണ്ട് കർത്താവേ, എൻ്റെ വഴികളെല്ലാം നിൻ്റെയും നിൻ്റെ വഴികളെല്ലാം എൻ്റെയും ആകയാൽ ഞാൻ പോകുന്ന വഴികളിലെല്ലാം ദൈവപ്രവൃത്തിയെ കാണാൻ അങ്ങൻ്റെ കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി എന്ന് പറയും. നമ്മുടെ യാത്രയിൽ വഴികളിൽ എല്ലാം അത്ഭുതമാണ്. ദൈവിക വഴികളിൽ നടക്കുന്നവൻ, അവൻ തൊടുന്നതെല്ലാം സാധിക്കും, അല്ലെങ്കിൽ സക്സസ് ആകും, വിജയകരമായി തീരുമെന്ന് നാം 1-ാം സങ്കീർത്തനത്തിൽ കാണുന്നു. യേശു പോയ വഴികളിൽ അത്ഭുതം, ശമൂവേൽ പോയ വഴികളിൽ അത്ഭുതം, അപ്പോസ്തലന്മാർ പോയ വഴികളിലെ നിഴലുകളിൽ പോലും അത്ഭുതം. എന്താണ്? അവരുടെ നിഴലിൽ പോലും അത്ഭുതം നടക്കാൻ കാരണം യേശു അവരുടെ ഉള്ളിലാണ്. കർത്താവ് അവരോടുകൂടെ ഇരുന്നു. എവിടെ ഇരുന്നു? ഉള്ളിലിരുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ചു.
ഇവിടെ ഇപ്പോൾ ഇവൻ്റെ കണ്ണു തുറന്ന വലിയ വിഷയമായി. ഇവനോട് എല്ലാവരും കൂടി ചോദിച്ചു, ആരാണ് നിന്റെ കണ്ണു തുറന്നത്? ഇവനെ പിടിച്ച് എല്ലാവരും പരീശന്മാരെ അടുത്ത് കൊണ്ടുവന്നു. വന്നു കഴിഞ്ഞപ്പോൾ അവനെക്കുറിച്ച് ചോദിച്ചു. അവർ അവനോട് 10-ാമത്തെ വാക്യം 9:10 നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെ എന്ന് ചോദിച്ചതിന് അവൻ, യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി ശീലോങ്കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. കാഴ്ച പ്രാപിച്ചു. കാഴ്ച കിട്ടി. എന്നാൽ യേശു ഒരു മനുഷ്യൻ എനിക്ക് വേണ്ടി അത് ചെയ്തു. അതിൽ കൂടുതലൊന്നും ഇവൻ അറിയില്ല. എന്നാൽ ആ ജനങ്ങൾ പറയണ നല്ല കാര്യം. പരീശന്മാരൊക്കെ പറയണം, കുഞ്ഞെ നിന്റെ കണ്ണു തുറന്നല്ലോ, ഏതായാലും കണ്ണു തുറന്ന മനുഷ്യൻ എത്ര നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞ് അതങ്ങോട്ട് വിട്ടിരുന്നെങ്കിൽ ഇവനും ആശ്വസിക്കുക. എന്നാൽ യേശു എന്ന മനുഷ്യൻ അത് ചെയ്തല്ലോ. എന്നാൽ യേശു എന്ന മനുഷ്യൻ എന്ന കാഴ്ചപ്പാടിനേക്കാൾ ഇവന് വേണ്ട ഒരു കാഴ്ചപ്പാടുണ്ട്. യേശു ദൈവപുത്രൻ എന്നൊരു കാഴ്ചപ്പാടിലേക്ക് ഇവൻ വരണം. അതിനുവേണ്ടി ഇവന്റെ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നം ആരംഭിക്കുകയാണ്. ഇവന്റെ പുറം കണ്ണ് തുറന്നതുകൊണ്ട് പോരാ, ഇവന്റെ അകത്തെ കണ്ണ് തുറക്കാൻ ഒരു പദ്ധതി അവിടെ ഉണ്ടായി വരികയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുറമേ തുറന്നാൽ പോരാ, അകമേ ചിലത് തുറക്കാൻ വേണ്ടിയാണ് ചില പ്രതികൂലങ്ങൾ വരുന്നത്. ഭയങ്കര വിഷയമായി. പരീശന്മാർ ഇവനെ വിളിപ്പിച്ചു. ആരാണവൻ? ശബത്ത് ലംഘിച്ചു. ശബത്ത് ദിവസത്തിലാണ് ഇവന്റെ കണ്ണ് തുറന്നത്. കാരണം യേശു നിലത്ത് തുപ്പി, ചേറുണ്ടാക്കി, കണ്ണീർ തേച്ചു, നടക്കാൻ പറഞ്ഞു, ശീലോങ്കുളം വരെയും പോയി കഴുകി. അങ്ങനെയൊന്നും അനങ്ങാൻ പാടില്ല. അനങ്ങാതിരുന്നോളണം അന്നത്തെ ദിവസം. ശബത്തെന്ന് പറഞ്ഞാൽ ശവം പോലെ ഇരിക്കണം, അനങ്ങരുത്. ഇങ്ങനെ ആചാരമായി. ശബത്ത് എന്ന് പറഞ്ഞാൽ വിശ്രമമാണ്, സന്തോഷമാണ്, ദൈവത്തെ ധ്യാനിക്കുന്ന, ദൈവത്തെ പുകഴ്ത്തുന്ന, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുന്ന ദിവസമാണ് അന്ന് ശബത്ത്. അപ്പോൾ അത്രയും വിലപ്പെട്ട ദിവസം ഒരു അത്ഭുതം നടന്നതിൽ ഇവർ സന്തോഷിക്കണം. ഇവരെന്നെല്ലാം അങ്ങോട്ട് തിരിഞ്ഞു. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ല അവൻ ശബത്ത് പ്രമാണിക്കുന്നില്ല. എന്നിട്ട് ഇവനോട് ചോദിച്ചു, അവൻ ആരാണെന്ന് ഒന്നുകൂടി പറ, ഇവന്റെ വാഗുണ്ട്. അപ്പൊ ഇവൻ എന്ത് പറഞ്ഞു? 17-ാം വാക്യത്തിൽ അവർ പിന്നെയും കുരുടനോട്, ഇവന്റെ കണ്ണു പറഞ്ഞിട്ട് ഇവനെ കുരുടൻ എന്ന് എഴുതിയിരിക്കണം. അവർ പിന്നെയും കുരുടനോട്, നിന്റെ കണ്ണ് തുറന്നത് കൊണ്ട് നീ അവനെക്കുറിച്ച് എന്ത് പറയുന്നു? അവൻ ഒരു പ്രവാചകൻ എന്ന് അവൻ പറഞ്ഞു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവനാണ് എന്ന് പറഞ്ഞു. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മനുഷ്യന് കൊടുക്കുന്ന ഒരാളാണ് പ്രവാചകൻ. കർത്താവിൽ നിന്ന് പ്രാപിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ, ദൈവത്തിൽ നിന്ന് കേട്ട് മനുഷ്യനോട് സംസാരിക്കുന്നവൻ. പുരോഹിതനോ മനുഷ്യരോട് കേട്ടിട്ട് ദൈവത്തോട് പോയി പറയുന്നവൻ. ഇത് രണ്ടും ഇസ്രായേലിലെ പ്രധാന വ്യക്തികളാണ്. അവനൊരു പ്രവാചകനാണ്, അവൻ മനുഷ്യനാണ്. ആദ്യം പറഞ്ഞു യേശു എന്ന പേരുള്ള ഒരാൾ. രണ്ടാമത് പറഞ്ഞു അവൻ ദൈവത്തിൻ്റെ അടുക്കൽ പോകും, ദൈവത്തിൽ നിന്ന് കേൾക്കും. അങ്ങനെ ആയിരിക്കും എനിക്ക് സൗഖ്യം കിട്ടിയത്. പരീശന്മാർ വിടുന്നില്ല, പ്രതികൂലം ആരംഭിച്ചു. അപ്പനോട് അമ്മയോട് ചോദിച്ചു. അപ്പനും അമ്മയും പള്ളിയിൽ നിന്ന് പുറത്താകാതിരിക്കാൻ അവനോട് ചോദിക്കുക, അവന് പ്രായമുണ്ടല്ലോ, അവൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഇവരെ യേശുവിനെ ഏറ്റു പറഞ്ഞില്ല. 22-ാം വാക്യത്തിൽ അവൻ്റെ അമ്മയപ്പന്മാർ യഹൂദരെ ഭയപ്പെടുക കൊണ്ട് അത്രേ അങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ, യേശുവിനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളി ഭ്രഷ്ടരാകണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. പള്ളിയിൽ നിന്ന് പുറത്താക്കും, ആനുകൂല്യങ്ങളെല്ലാം കട്ടാകും, പിന്നെ സെമിത്തേരിയിൽ കുഴിച്ചിടില്ല. ദേശത്ത് തന്നെ, കാരണം യഹൂദന്മാരുടെ നാടല്ലേ, അവനാ നാട്ടിൽ പോലും വിലയില്ലാതെയാകും. അതുപോലത്തെ പ്രശ്നമാണ് യേശുവിനെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവരുടെ ഉള്ളിലുണ്ട്, ഇവർ പറഞ്ഞില്ല. നമ്മൾ എത്ര ഭാഗ്യമുള്ളവർ യേശുവിനെ ക്രിസ്തു എന്ന് പറയാൻ. നമുക്ക് കിട്ടിയ ഈ വലിയ ഭാഗ്യം, അതിൻ്റെ പേരാണ് കൃപ. പറയാൻ യാതൊരു സാഹചര്യം ഇല്ലാത്തിടത്തും യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചതിൽ എത്ര പേർ ദൈവത്തെ സ്തുതിക്കും.
വലിയ ഭാഗ്യമല്ലേ? പള്ളിയിൽ നിന്ന് പുറത്താകും, സെമിത്തേരി പോകും, ആനുകൂല്യം, പള്ളിയിൽ നിന്ന് കിട്ടുന്ന പല കാര്യങ്ങളുണ്ട്. കാരണം ഇവൻ ഭിക്ഷക്കാരനാണ്, അപ്പോൾ ദാരിദ്ര്യമുള്ളൊരു വീടാണ്, പള്ളിയിൽ നിന്നാണ് കൂടുതൽ സഹായം കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് അവൻ അങ്ങനെ അതിനകത്ത് ആ ഫാമിലി അതിനകത്താണ്. എന്നാൽ പരീക്ഷന്മാർ വിടുന്നില്ല. എന്തെങ്കിലും ആട്ടെ, ഏതായാലും അവൻ്റെ കണ്ണു തുറന്നില്ല, പ്രവാചകൻ അങ്ങനെ അയാൾ ചെയ്തല്ലോ, ഇല്ല വിടില്ല. വീണ്ടും അവനെ വിളിച്ച് വിസ്തരിക്കാൻ തുടങ്ങി. ഇപ്പം ജീവിതത്തിൽ ഒന്നിന് പറയുക ഒന്നൊന്നായിട്ട് ചോദ്യങ്ങളും ആക്ഷേപങ്ങളും ഉപദ്രവങ്ങളും വരുമ്പോൾ ഓർക്കണം, അത് നിന്നെ ഒരു ശരിയായ ചാലിലേക്ക് ദൈവം തിരിക്കുന്നതാണ്. ഈ 9-ാം അധ്യായം നിങ്ങളൊന്ന് പഠിക്കണം നന്നായിട്ട്. ഇന്ന് തന്നെ ഒരു 10 ആവർത്തി ഒന്ന് വായിക്കേ, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും. അങ്ങനെ വീണ്ടും 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 അവർ ചോദിക്കണം അവൻ ആരാണ്. അപ്പോൾ ഇവൻ ചോദിച്ചു, നിങ്ങൾക്ക് അവൻ്റെ ശിഷ്യനാകണം. ഉടനെ അവർ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ, നീയാണ് അവൻ്റെ ശിഷ്യൻ. ഉടനെ ഇവൻ സംസാരിക്കാൻ തുടങ്ങി. കാഴ്ച കിട്ടിയവൻ അവൻ പറഞ്ഞു, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വരാത്ത ഒരാൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? ലോകം ഉണ്ടായിട്ട് ഇന്ന് വരെ ഇങ്ങനെ നടന്നിട്ടുണ്ടോ? ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ. അപ്പൊ ഇവന്റെ സംസാരമൊക്കെ കൂടിയപ്പോൾ പരീക്ഷന്മാരെ ഞങ്ങളോട് നേരെ തർക്കുത്തരം പറയുന്നു എന്ന് പറഞ്ഞ് ഇവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. ഇനി നീ പള്ളിക്കാരണ്ട. അതിന് മുമ്പേ ലേവ്യ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, കുരുടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, കൈ വരണ്ടവൻ, കാൽ വരണ്ടവൻ, ഇവരാരും പള്ളിയിൽ കയറരുതെന്ന്, ഈ ശുശ്രൂഷയിലേക്ക് വരരുതെന്ന്. എങ്ങനെയും വലിഞ്ഞ് പള്ളിയിൽ കയറാം, എന്നാലും ഒരു ശുശ്രൂഷയിലും അംഗീകരിക്കില്ല. ദൈവവേലയുടെ ഒരു ഭാഗമായി ലേവ്യരിൽ ആർക്കും ഇത് പാടില്ല. അപ്പൊ ഇവനൊക്കെ തഴയപ്പെട്ടവനാണ് ഈ പള്ളിയിൽ നിന്ന്. എന്നിട്ട് ഇപ്പൊ പറയണം, നിന്നെ ഞാൻ പള്ളിയിൽ നിന്ന് പുറത്താക്കിയത്. പണ്ടേ പുറത്താണല്ലോ, ഈ പുറത്ത് കിടക്കുന്നവനെ ഇനി എന്താ പുറത്താക്കാൻ? ഇവൻ വഴിയിലിരുന്ന് ഭിക്ഷയാചിക്കുന്നവൻ, ഇവൻ പള്ളിയിലൊന്നും പോകുന്നില്ല. എന്നിട്ട് പറയാം, നിന്നെ പള്ളിയിൽ നിന്ന് മുടക്കിയത്. അവൻ എന്താ പോകാനുള്ളത്? ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ എന്ന് പറഞ്ഞു. അവൻ എന്ത് പറഞ്ഞു? യേശു എന്ന് പേരുള്ളൊരു മനുഷ്യൻ. രണ്ടാമത് പറഞ്ഞു, ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് ആലോചന പ്രാപിക്കുന്ന പ്രവാചകൻ. 3 പറഞ്ഞു, അവൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ. 33-ാം വാക്യം, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ അവന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ. ഓരോ ക്വസ്റ്റ്യനും വിവാദങ്ങളും കൂടിയപ്പോൾ അവന്റെ വിശ്വാസത്തിന്റെ അളവ് കൂടി. അതുകൊണ്ട് അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ആദ്യം പറഞ്ഞു യേശു എന്ന പേരുള്ളൊരു മനുഷ്യൻ, രണ്ടാമത് പറഞ്ഞു ഒരു പ്രവാചകൻ, 3 പറഞ്ഞു ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ. അത് നിക്കോദിമോസ് പറഞ്ഞ കാര്യമാണ്. നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലായെങ്കിൽ ഈ അത്ഭുതമൊന്നും നടക്കത്തില്ല. യേശു അതിന് മറുപടി പറഞ്ഞു, നീ വീണ്ടും ജനിച്ചാലേ കാര്യം നടക്കും. യേശുവിനെ ക്രിസ്തു എന്ന് ഏറ്റു പറഞ്ഞാലേ നിന്റെ ജീവിതം മാറും. അത് തന്നെ ഇവിടെ നമ്മൾ വായിക്കുന്നു. 35, അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, യജമാനെ, അവൻ ആരാകുന്നു? ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്ന അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ആരാധിച്ചു. കർത്താവേ എന്ന് വിളിച്ചു. എൻ്റെ യേശുവിനെ കർത്താവും രക്ഷകനുമായി, ക്രിസ്തുവായി അവൻ സ്വീകരിച്ചു. ദൈവപുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടെ യേശു പറയുന്ന ഒരു വാക്കുണ്ട്, 39-ാം വാക്യം, കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഈ ലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. കാണാത്തവർ കാണണം, പുറം കണ്ണും തുറക്കണം, അവൻ്റെ അകങ്കണ്ണും തുറക്കണം. കാണുന്നു എന്ന് പറയുന്ന വലിയ ആൾക്കാരോ അവരാവിശ്വാസ നിമിത്തം വിമർശനങ്ങളിലൂടെയൊക്കെ വിമർശിച്ചും എതിർത്തും അവർ കുരുടരായി പോകും. ഞാൻ സിയോനിൽ ഒരു ഇടർച്ച കല്ലിടുന്നു, ആരെങ്കിലും അതിൽ തട്ടിയാൽ ഇടറിപ്പോവും. എന്നാൽ ആ കല്ലിൽ പണിയുന്നവൻ ജീവിതത്തെ മെച്ചപ്പെടുത്തും. ആരെങ്കിലും ആ കല്ലിൽ തട്ടി വീണാൽ അവൻ ധൂളിയായി പോവും, ചിതറിപ്പോവും.
ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെട്ടവർക്കോ ദൈവശക്തിയാണ്. എത്ര വലിയൊരു ഭാഗ്യമാണ് യേശുവിനെ സ്വീകരിച്ചത്. ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലും ഉണ്ടാകുന്ന സമാധാനം, സന്തോഷം, പ്രതീക്ഷകൾ യേശുവെന്ന നമ്മുടെ ഏക രക്ഷകനിലൂടെയുള്ള രക്ഷയുടെ, ഇത്ര വലിയ രക്ഷയുടെ ശക്തി സ്വീകരിച്ച് ജീവിപ്പാൻ ദൈവം ഇന്നു മുതൽ കൂടുതൽ കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ പോലെ ആ കുരുടൻ്റെ പുറം കണ്ണും അകം കണ്ണും തുറന്നതുപോലെ ഇത് കേൾക്കുന്ന പല വീടുകളിലും പല പ്രിയപ്പെട്ടവരും കണ്ണു തുറക്കാതെ കാഠിന്യമുള്ള, ഹൃദയകാഠിന്യമുള്ള പാപത്തിൽ ജീവിക്കുന്നവർക്ക് അത് പാപമാണെന്ന് തിരിച്ചറിയത്തക്ക രീതിയിൽ അവരുടെ കണ്ണ് തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കണ്ണ് തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പുറമെയുള്ള കണ്ണും അകമയുള്ള കണ്ണും ഒരുപോലെ തുറക്കുവാൻ അങ്ങയുടെ ഹിതമാണല്ലോ. അങ്ങേ അറിയുവാനും അങ്ങേ കുമ്പിട്ട് ആരാധിപ്പാനും കുടുംബമായി ഇത് കേൾക്കുന്ന എല്ലാ വീടുകളിലുള്ളവർക്കും കൃപയുണ്ടാകട്ടെ. ഇവരുടെ വഴികൾ തുറക്കട്ടെ. യേശു ഇവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ നടക്കട്ടെ, സൗഖ്യങ്ങൾ ഇപ്പോൾ ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് തരുന്ന അത്ഭുത കാഴ്ചയിൽ സന്തോഷിച്ച് നമുക്ക് ജീവിക്കാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം.